ഒരാളാണ് ലിയാഖത്ത് അലി. അപ്പോൾ പുരുഷനെ നിയന്ത്രിക്കാൻ പാടില്ല എന്നുള്ളത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കുക, ഒരു യൂണിറ്റ് ആണ്, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ അതിന് ഒരു ഹെഡ് തീർച്ചയായിട്ടും വേണം. ഇപ്പോൾ സ്കൂൾ അല്ലെങ്കിൽ കോളേജ് എന്നുള്ള യൂണിറ്റ് ആണെങ്കിൽ അതിന് ഹെഡ് മാസ്റ്റർ എന്ന് പറഞ്ഞ ഒരാൾ വേണം. കോളേജിന് പ്രിൻസിപ്പൾ എന്ന് വേണം. എല്ലാവരും പഠിച്ച ആൾക്കാരാണ്, എല്ലാവരും സാറന്മാരാണ്. എന്താണ് വ്യത്യാസം? ഞങ്ങളെല്ലാവരും ഒന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കോളേജ് ഓടുമോ? അല്ലെങ്കിൽ ആ സ്കൂളിൽ നിന്ന് നല്ല നടന്നു പോകുമോ? തീരുമാനങ്ങൾ എടുക്കാനും കാര്യങ്ങൾ നിയന്ത്രിച്ചു കൊണ്ടുപോകാനും ഒരാളിനെ ഏൽപ്പിച്ചാലേ അത് ശരിയാവുന്നത്. ഇപ്പം ഒരു രാഷ്ട്രമാണെങ്കിലും ഒരു പ്രധാനമന്ത്രി ഒരാളുടെ കൺട്രോളിലുണ്ടെങ്കിലോ, അതെന്താ ഒരാൾ മാത്രം പ്രധാനമന്ത്രി, എല്ലാവരും പ്രധാനമന്ത്രി ആയിക്കോളും, ഞങ്ങളും ഈ നാട്ടിൽ തന്നെ ജനിച്ചു വളർന്ന ആൾക്കാരാണെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇരിക്കും. അത്രയ്ക്കും വലിയൊരു മണ്ടത്തരമാണ് ലിയാഖത്ത് അലി ഇതിനകത്ത് പറയുന്നത്. ഒരു യൂണിറ്റ് ആയിരിക്കുമ്പോൾ ഒരാളുടെ കൺട്രോളിലത്തെ കൊടുക്കാൻ പറ്റത്തുള്ളൂ. രണ്ടുപേർ കൺട്രോളിൽ യൂണിറ്റ് അല്ല, രണ്ടാന്നുള്ള അർത്ഥം വരും. അത് ഇസ്ലാം അത് സമ്മതിക്കത്തില്ല. ഒരു യൂണിറ്റ് തന്നെയാണ്. നിങ്ങൾ ആ കുടുംബ ഭദ്രതയെ അല്ലെ കുടുംബ എന്നുള്ള യൂണിറ്റിനെ ഇല്ലാതാക്കാൻ നമുക്ക് സ്വതന്ത്ര ചിന്തകരുടെ ബുദ്ധിയാണ്, അതിൽ വീണ് പോകരുത്. ഇങ്ങനെ പല രീതിയിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വരും. അപ്പം ലോജിക്കലായിട്ടും പ്രാക്ടിക്കലായിട്ടും ലിയാഖത്ത് അലി പറഞ്ഞു.